രാജ്യത്ത് ലഹരിക്കടത്ത് തടയാൻ സ്വീകരിച്ച നടപടികൾ വിവരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാസലഹരി നിർമ്മിക്കുന്ന 72 ലബോറട്ടറികൾ കണ്ടെത്തി നശിപ്പിച്ചുവെന്നും സമുദ്രത്തിലൂടെയുള്ള ലഹരിക്കടത്ത് തടയാൻ നടപടി സ്വീകരിച്ചുവെന്നും അമിത് ഷാ പറഞ്ഞു. കുട്ടികൾ ലഹരിക്കടിമപ്പെട്ടാൽ ഓൺലൈൻ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അമിത് ഷാ ഉറപ്പു നൽകി. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, കേരളത്തിലെ കണക്കുകൾ തന്നെ കേട്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അമിത് ഷാ പറഞ്ഞത്? ഈ കണക്കുകൾ എങ്ങനെയാണ്? പ്രവിത, കഴിഞ്ഞ 2 ദിവസമായി പാർലമെന്റിൽ രാജ്യസഭയിൽ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചകൾക്കുള്ള മറുപടി പറയുന്നതിനിടെ ആഭ്യന്തരമായി രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന വിവിധ സംഘടനകൾ അടക്കമുള്ള കാര്യങ്ങളെ വിവരിക്കുകയും അവയ്ക്കെതിരായി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അതിൽ പ്രധാനമായി ലഹരിക്കെതിരായ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചും ആഭ്യന്തരമന്ത്രി കണക്കുകൾ നിരത്തി. UPA സർക്കാരിൻ്റെ കാലത്തും നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായും സ്വീകരിച്ചു വരുന്ന നയങ്ങൾ, ഈ കാലയളവിൽ എടുത്ത ലഹരി വസ്തുക്കളുടെ അളവ്, അതിൻ്റെ ആകെ തുക തുടങ്ങിയ വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരിച്ചു. NCBക്ക് പുതിയ 5 സോണൽ ഓഫീസുകൾ സ്ഥാപിച്ചു. സമുദ്രത്തിലൂടെയുള്ള ലഹരി കടത്ത് തടയാൻ നടപടി സ്വീകരിച്ചു. പാകിസ്ഥാൻ അടക്കമുള്ള, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന ലഹരി കടത്ത് തടയുന്നതിനായി സ്വീകരിച്ചിരിക്കുന്ന നടപടികളെക്കുറിച്ചും ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിന്തറ്റിക് ലഹരി മരുന്നുകൾ നിർമ്മിക്കുന്ന 75 ലബോറട്ടറികൾ കണ്ടെത്തി നശിപ്പിച്ച കാര്യവും ആഭ്യന്തരമന്ത്രി പാർലമെന്റിനെ അറിയിച്ചു. ഒപ്പമാണ് മയക്കുമരുന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനായി ഓരോ പൗരനും സംഭാവന ചെയ്യണം എന്ന് ആഭ്യന്തരമന്ത്രി ആഹ്വാനം ചെയ്തത്. ഏതെങ്കിലും കുട്ടികൾ ലഹരി മരുന്നിന് അടിമപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഓൺലൈൻ പോർട്ടലിലൂടെ റിപ്പോർട്ട് ചെയ്യാമെന്നും അത്തരം റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ഇവർക്ക് ഇതിൽ നിന്നും മോചനം നേടുന്നതിന് ആവശ്യമായ നടപടികൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും എന്നും ഈ കുട്ടികൾക്ക് പിന്നീട് കുടുംബവുമായി ചേരുന്നതിനും സമൂഹവുമായി ഒന്നിച്ചു പോകുന്നതിനും ഈ ലഹരി മുക്തി നേടുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്ന കാര്യവും ഇതിലൂടെ എല്ലാവരും തന്നെ സഹകരിക്കേണ്ടതുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചു നിൽക്കണം. ലോകത്തെ തന്നെ യുവതയ്ക്ക് എതിരായ ഒരു ഭീഷണിയാണ് ലഹരി മരുന്ന് എന്നും ആഭ്യന്തരമന്ത്രി ഈ പ്രസംഗത്തിൽ വ്യക്തമാക്കി. പ്രവിത.